അന്വേഷണം നടക്കാൻ പോവുകയാണ്. ഡോക്ടർക്കെതിരെ സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും. ഇതുപക്ഷെ നമ്മൾ നടപടിയിലേക്ക് പോകാം. ഇനിയിപ്പോൾ മെഡിക്കൽ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് താങ്കൾ പോവുകയാണ്. ഒറ്റപ്പെടുമെന്നൊരു ഭയമുണ്ടോ? ഇല്ല, ഒറ്റപ്പെടുമെന്നൊന്നും ഒരു ഭയമൊന്നുമില്ല. അങ്ങനെ ഒറ്റപ്പെടേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒറ്റപ്പെടുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. നമ്മളൊരു സത്യം പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്നെങ്കിൽ ഒറ്റപ്പെടുത്തട്ടെ. മുൻപും സർജറി മുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ഏതെങ്കിലും രോഗികൾ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് മറ്റ് ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇത് നമുക്കറിയാമല്ലോ. നിങ്ങളൊക്കെ ഇവിടെ തന്നെ മീഡിയയിലുള്ള ആൾക്കാർ തന്നെ എൻ്റെ പേഷ്യൻസായിട്ട് വരുന്നുണ്ട്. അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. മാതൃഭൂമിയുടെ ഒരാൾ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തു പോയതാണ്. മാതൃഭൂമിയുടെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ ആൾക്കാർ എനിക്ക് നിങ്ങളുടെ ഈ ഇതിൽ ഗ്രൂപ്പിൽ കാണില്ല, പക്ഷേ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവർക്കറിയാം അവിടെയുള്ള പ്രശ്നങ്ങൾ. ഇതൊരു ഇവിടുത്തെ സെൻറ്റർ ഓഫ് എക്സലൻസ് എന്നാണ് നമ്മൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ. പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ പല ഓപ്പറേഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോൾ തുറന്നാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? അതിൽ പലതും ഇല്ല. അപ്പോൾ നമ്മളത് ലാപ്രോസ്കോപ്പി നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക്ക് പകരം നമ്മൾ ഓപ്പൺ ചെയ്താണ് ചെയ്തത്. അപ്പോൾ രോഗികൾ പലരും വന്ന് ചോദിക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർ പുറത്തുള്ള ആശുപത്രിയിലേക്ക് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഉണ്ടോ എന്ന് ചോദിക്കും. റോബോട്ടിക്സ് ഇല്ല, അതുകൊണ്ട് റോബോട്ടിക്സിന് അവർ പുറത്ത് പോയി ചെയ്യും. ഇപ്പോൾ റോബോട്ടിക്സ് ഒന്നും വേണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ മിതമായിട്ടുള്ള ഏറ്റവും ശരാശരിയായിട്ടുള്ള ഈ സ്റ്റോൺ പേഷ്യൻ്റായിട്ട് വരുന്ന വളരെ പെയിനായിട്ട് വരുന്നവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്തേ പറ്റുള്ളൂ. മറ്റ് ശസ്ത്രക്രിയകളൊക്കെ പൊക്കോട്ടെ, അവർ വലിയ ആശുപത്രികളിൽ പോയി ചെയ്തോട്ടെ. ഇത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചികിത്സ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനുള്ള ഉപകരണങ്ങൾ തടസ്സമില്ലാതെ വരണം. അതിനെ ഈ ചുവപ്പ് നടക്കാത്ത കുടുങ്ങി കിടന്നും ഇവർ പലതും പറയുന്നുണ്ട്. രാവിലെ ഈ സൂപ്രണ്ട് പറയുന്നത് അവരങ്ങോട്ട് അയച്ചു, അവർ കളക്ടറേക്കെല്ലാം അയച്ചു, അവർ അവിടെ നിന്ന് അങ്ങനെ ആ എക്സ്പ്ലനേഷൻ ചോദിച്ചു, പിന്നെ ഈ എക്സ്പ്ലനേഷൻ ചോദിച്ചു, ഇന്ന വിലയിലെ വ്യത്യാസം വന്നു. ഇതൊന്നും ഒരു പേഷ്യൻ്റ് അറിയേണ്ട കാര്യമില്ല. നമ്മളൊരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് അടിയന്തരമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങൾ, അടുത്ത 1 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, അടുത്ത 3 മാസത്തിനകത്ത് വാങ്ങേണ്ട സാധനങ്ങൾ, 1 വർഷത്തിനകത്ത്, ഇങ്ങനെ അടിയന്തരം അങ്ങനത്തെ കാറ്റഗറി അനുസരിച്ചാണ് ഞാൻ റിക്വസ്റ്റുകൾ കൊടുക്കുന്നത്. ഇതിലൊന്നിനും ഈ പറഞ്ഞതുപോലെ എഴച്ചിലാണ്. അതിൽ അടിയന്തര സ്വഭാവമുള്ള സാധനങ്ങൾ അടിയന്തര സ്വഭാവത്തോടുകൂടി തന്നെ വാങ്ങിച്ചു തരണം. അതിനുള്ള കാത്തിരിപ്പ് 2023 മുതൽ കാത്തിരിക്കുകയാണ്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര പേരുടെ ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം മുതൽ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതെൻ്റെ ഫയലുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ESW പിന്നെയും താമസിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതറിയില്ല. ഈ കാര്യം ഞാൻ അവിടുത്തെ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ സാറാണ് ഇതിൻ്റെ ESWയിൽ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ മാസവും കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്. സാർ OPയിൽ വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിൻ്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിലെന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. നടപടി ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഒപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരെ. ഇപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണമെന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരുപാട് പേര് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വല്ല ഫോൺ നോക്കുന്നില്ല അതിനെപ്പറ്റി. ഫോൺ ഓഫ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് കോളുകളും തുടർച്ചയായിട്ട് ഇതുപോലെ മെസ്സേജുകളും വരുന്നുണ്ട്. അത് ഇല്ല, ഒന്നുമില്ല.
സമ്മർദ്ദങ്ങളൊന്നുമല്ല, ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നും ഇവിടെ വീട്ടിൽ പണി നടക്കുന്നു, ഞാൻ കൂടുതൽ സമയം അതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ പിന്നെ ഫോൺ എടുക്കാനോ അതിനെക്കൊണ്ട് സംസാരിക്കാനോ ഒരേ കാര്യം തന്നെ സംസാരിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്തു. കൃത്യമായിട്ട് എന്ത് വിശദീകരണം ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയിട്ടുണ്ട്. എല്ലാം രേഖകളുടെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കും. ഇല്ല, ലോങ് ലീവൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ലീവുണ്ട്. എനിക്ക് ലീവുകൾ ഞാൻ സർവീസ് ജോയിൻ ചെയ്ത സമയം മുതലുള്ള ലീവുകൾ പെൻഡിങ് ആണ്. ഓരോ വർഷവും ക്യാഷ് ലീവ് തന്നെ ഈ കഴിഞ്ഞ വർഷം ഞാൻ 365 ദിവസം 360 ദിവസം ഹോസ്പിറ്റലിൽ പോയതാണ്, ഞായറാഴ്ച ഉൾപ്പെടെ. എനിക്ക് ക്യാഷ് ലീവ് തന്നെ ഇഷ്ടം പോലുണ്ട്. ബാക്കി ലീവുകളെല്ലാം ഇഷ്ടം പോലുണ്ട്. ലീവ് എടുക്കണമെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ്, എത്ര നാൾ വേണമെങ്കിലും ലീവ് എടുക്കാം. അത് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒരു മേലധികാരി എന്നുള്ള നിലയ്ക്ക് എൻ്റെ പ്രസൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇന്ന് ഞായറാഴ്ച എനിക്ക് അവധിയാണ്. എനിക്ക് പോയി എനിക്ക് കാണണം. ഓപ്പറേഷനുകൾക്കുള്ള പേഷ്യൻറ്റിനെ ഇന്ന് ഞാൻ പോയി കാണണം. അവരെല്ലാവരും ഇതിനെപ്പോലെ ഇതേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇത് ഞാനല്ല, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിന് സംസാരിക്കുന്നതെന്ന് കൂട്ടിക്കോളൂ. ഞാൻ ഒരു തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാറില്ല. ഡിപ്പാർട്ട്മെൻറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഡോക്ടർമാരും എല്ലാവരും 20 വർഷത്തിലേറെ സർവീസുള്ള സീനിയർ ഡോക്ടർമാരാണ്. അവരുടെ എല്ലാ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ഞാൻ പല പ്രാവശ്യം KGM-CTA ഞങ്ങളുടെ സംഘടനയിലും ഒക്കെ ഞാൻ പറഞ്ഞതാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ അധികാരികളെ അറിയിക്കണം. ഇവർ ഇപ്പോൾ നമ്മുടെ തൊട്ട് മേലുള്ള അധികാരികളെ ഇവർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ KGM-CTA നേതാക്കൾ അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിച്ചത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിനാണ് മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നത്. ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവർ ആവശ്യമുള്ള സാധനങ്ങൾ എത്തണ്ടേ? നമ്മൾ എന്തിനാണ് കള്ളം പറയുന്നത്? ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ആവർത്തിക്കുകയാണ്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണ്. അതുകൊണ്ട് തന്നെ താൻ ആരെയും ഭയക്കുന്നില്ല. എന്ത് അന്വേഷണം വന്നാലും അതിനെ ആ രീതിയിൽ തന്നെ നേരിടുമെന്നും ഹാരിസ് പറയുന്നുണ്ട്. അതിൻ്റെ ആക്സസറീസും നമുക്ക് റെഗുലറായിട്ട് സപ്ലൈ വേണം. അപ്പോൾ ഇവരെയൊക്കെ എപ്പോഴും നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വാങ്ങിച്ചു തന്നിട്ടില്ലേ, ഇത്ര ലക്ഷം രൂപയ്ക്കുള്ള സാധനം വാങ്ങിച്ചു തന്നിട്ടില്ലേ എന്നാണ് അവർ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് പ്രായോഗിക ബുദ്ധി? ഉപകരണമില്ല എന്ന് പറയുകയും ഒരു ശസ്ത്രക്രിയ മുടങ്ങിയതിനു ശേഷമാണ് വിശദീകരണം. 67 ലക്ഷം രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം യൂറോളജിക്ക് നൽകുന്നു. അതിനകത്ത് 30 ലക്ഷം രൂപ വീതം 2 സർക്കാരിൽ നിന്നും ബജറ്റിൽ നിന്നും അല്ലാതെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2800 ശസ്ത്രക്രിയകൾ നടന്നു പറയുന്നുണ്ട്. ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് നടന്നു പറയുന്നുണ്ട്. പക്ഷേ ഈ നടന്ന കണക്കുകളുണ്ട്. ഇതെവിടെയാണ് മുടങ്ങിയതെന്നത് മാത്രം വിശദീകരിക്കുന്നത്. അതെങ്ങനെയാണ് അത് അഡ്രസ് ചെയ്യേണ്ടത്? എങ്ങനെ മുടങ്ങിയെന്നത്? ഉപകരണങ്ങൾ മാത്രം പോരല്ലോ, ഉപകരണങ്ങളുടെ ആക്സസറീസ് വേണ്ടേ? ഉപകരണങ്ങളിലെ ഈ പ്രോബുകളെ, അതിൻ്റെതായിട്ടുള്ള ബാക്കി അതിൻ്റെ സംവിധാനങ്ങളെ, ഇങ്ങനെ കുറേ സാധനങ്ങൾ അത് വേണം. ഒരു ഉപകരണം മാത്രം ഉള്ളത് കൊണ്ട് മാത്രം നടക്കും. ഈ ലിത്തോക്ലാസ്റ്റ് തന്നെ, ഈ ലിത്തോക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമെങ്കിലും ആയി കാണും. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം. ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും. ഇതുപോലെ നമ്മൾ മറ്റു ഉപകരണങ്ങൾ, സിസ്റ്റോസ്കോപ്പുകൾ, മറ്റൊരുപാട് ഈ ലിത്തോക്ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമെങ്കിലും ആയി കാണും. ഈ ലിത്തോക്ലാസ്റ്റ് പ്രോബാണ് ഇതിനകത്തുള്ള എപ്പോഴും വരുന്ന മുടക്കം. ഈ പ്രോബുകൾ കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ സപ്ലൈ ചെയ്യാതെ വരുമ്പോഴേക്കും ആ സമയത്ത് സർജറി മുടങ്ങും.